സോ അത് പറഞ്ഞപ്പോഴാണ്, അതായത് ഓപ്പണായി പുതിയൊരു AI ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വിച്ച് ഇസ് ബാങ്ക്ഡ് ബൈ $4 ബില്യൺ. 4 ബില്യൺ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അത്രയും ഫണ്ട് പൊട്ടിക്കാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ പ്രശ്നം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലേ ഓഫ്സിലാണ്. അതായത് ഈ കമ്പനീസൊക്കെ, ബിഗ് കമ്പനീസൊക്കെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ AI ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലേ ഓഫ് നടത്തണേ എന്നൊക്കെയാണ് പറയുന്നത്. സോ അവർക്ക് ആ ഫണ്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് കുറേ ലേ ഓഫ്സും ഉണ്ട്. എല്ലാവരും അൺഎംപ്ലോയ്ഡ് ആണെന്ന് തോന്നുന്നുണ്ട്. അറിയത്തില്ല, പഴയ പോലെ വരും, സർക്കാർ ജോലി തന്നെ വേണം എന്നുള്ള രീതി വരുമെന്ന് അറിഞ്ഞൂടാ. സോ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പോകുന്നുണ്ട്. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ മെയിനായിട്ടുള്ള ഏജൻസ് ഭയങ്കരമായിട്ട് എല്ലാവരിലേക്കും സ്പ്രെഡ് ആവുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വലിയ കമ്പനീസ് ആയിട്ടുള്ള ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, അവരെല്ലാവരും ഈ AI സിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതായത് ബേസിക് ആയിട്ടുള്ള ഈ ഇമെയിൽസ് അതുപോലെ ഷെഡ്യൂളിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, കോഡിങ്, റിസർച്ച്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ AI വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ അതൊരു വലിയ മാറ്റം മാത്രമല്ല, ഭയങ്കരമായിട്ട് അൺഎംപ്ലോയ്ഡ് റേറ്റ് കൂടും, ഭയങ്കരമായിട്ട് ലേ ഓഫ്സ് ഉണ്ടാവും. സോ എല്ലാവർക്കും പഠിച്ചു വയ്ക്കുക, അത് നല്ലതായിരിക്കും. അറ്റ്ലീസ്റ്റ് ബേസിക് നോളജ് വയ്ക്കുക. കാരണം കുറേ പേർക്ക് ഇപ്പോൾ സ്റ്റിൽ ഇതിനെക്കുറിച്ച് അറിയാത്തതുണ്ട്. സോ ഞാൻ എന്താ പറയാനാ, അൺഎംപ്ലോയ്ഡ് ആയിരിക്കും ഇത് ഭയങ്കര പ്രശ്നമാണ്. ലൈക്ക് ഞാൻ അൺഎംപ്ലോയ്ഡ് ആണ്.